എൻ്റെ പേര് അനീഷ് ജോസ്. ഞാൻ ടെക്സാസിലെ ഓസ്റ്റിനിൽ നിന്ന് വരുന്നു. ഇന്ന് ഞാൻ രാവിലെ ലാൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് ഉറപ്പ് കൊടുത്തതാണ്. അപ്പോൾ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കിടക്കുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തിരിക്കുന്നത്. 2022 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്താണ് എൻ്റെ ഗ്രീൻ കാർഡിൻ്റെ പ്രോസസ്സിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ 11 വർഷമായിട്ട് എൻ്റെ ഈ ഗ്രീൻ കാർഡിൻ്റെ പ്രോസസ്സ് ഇങ്ങനെ ലാഗാവുകയും ഞാൻ 2-3 ലോയർമാരെ മാറ്റേണ്ടിയും വന്നു. എനിക്ക് അവസാനത്തെ ലോയറിന് ഓൾമോസ്റ്റ് ഐ പെയ്ഡ് $15,000. ടോട്ടലി എനിക്ക് ഒരു $47,500 എനിക്ക് സ്പെൻഡായി ഈ 11 ഇയേഴ്സിൽ. ഓരോ പ്രാവശ്യവും ഞാൻ എൻ്റെ പേപ്പർ വയ്ക്കും, റിജക്റ്റ് ആവും, പിന്നെ അത് ഡിപ്പോർട്ടേഷനിൽ പോയ സമയത്ത് ഞാൻ എന്നെ കോർട്ടിലേക്ക് വിളിപ്പിച്ചു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസിൻ്റെ കോർട്ടിലേക്ക് വിളിപ്പിച്ചു. എന്നോട് പറഞ്ഞ് അടുത്ത പ്രാവശ്യം നീ മിക്കവാറും നാട്ടിൽ പോകേണ്ടി വരും, തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ 11 വർഷമായിട്ട് ഞാൻ ഓൾറെഡി നാട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ 2022 ഞാൻ ഉടമ്പടി എടുത്ത ശേഷം അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ഫൈനലായിട്ട് എൻ്റെ പേപ്പർ വയ്ക്കണത്. ആ പേപ്പർ വെച്ച സമയത്ത് പിറ്റേ ദിവസം എനിക്ക് മെയിൽ വന്നു, നിനക്ക് ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, എത്രയും വേഗം ഫിംഗർ പ്രിൻറ്റിനുള്ള അപ്പോയിൻമെൻ്റ് എടുക്കണം. പക്ഷേ അപ്പോയിൻമെൻ്റ് എല്ലാം ഒരു 6 മാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു 3 to 6 months ഗ്യാപ്പാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ അന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച ശേഷം എനിക്കൊരു ഉൾവിളി ഉണ്ടാവുകയാണ്, നീ വാക്കിൻ ചെയ്. പക്ഷെ അവിടെ വാക്കിൻ അലൗഡ് അല്ല, ഓൺലി ബൈ അപ്പോയിൻമെൻറ്റ്. USICയുടെ കേന്ദ്രമാണ്, ഓൺലി ബൈ അപ്പോയിൻമെൻറ്റ്. പക്ഷെ ഞാൻ അവിടെ അതിരാവിലെ ചെന്നു. 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7:30 ഞാൻ അവിടെ ചെന്നു. അവിടെ ആദ്യം കണ്ട ഒരു ബ്ലാക്ക് അമേരിക്കൻ ലേഡിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് എത്രയും വേഗം പേപ്പർമെൻറ്റിന് വേണ്ടിയിട്ട് എനിക്ക് ഫിംഗർ പ്രിൻ്റ് ചെയ്യണം, ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടില്ല. ഭാഗ്യം എന്ന് പറയട്ടെ, പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, നീ ആദ്യം കയറിക്കോ. അപ്പോൾ എനിക്ക് തോന്നി മാതാവ് ഉടമ്പടി എടുത്തതിൻ്റെ പേരിൽ എന്നോട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഞാൻ കൂടുതൽ ഡീപ്പ് ഇൻ ഫെയ്ത്തായി. ഓൾറെഡി എനിക്ക് മാതാവുമായിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ചെറുപ്പം മുതൽ ഞാൻ ബോർഡിംഗ് സ്കൂളിൽ വളർന്ന കാലം തൊട്ട് മാതാവ് മാത്രമായിരുന്നു എൻ്റെ ആകെ ആശ്രയം. രണ്ടാമത്, ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ വന്നു. ബൈബിൾ വായിക്കാൻ തുടങ്ങി, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. പിന്നെ എൻ്റെ പേടി മാറി. എനിക്കൊരുപാട് ആങ്സൈറ്റി, ഭയങ്കര സ്ട്രെസ്സായിരുന്നു. സ്ട്രെസ്സ് കൊണ്ട് ഞാൻ ഒരുപാട് ഷോർട്ട് ടെമ്പർ ആവുമായിരുന്നു. പക്ഷേ അതെല്ലാം ഈ ഉടമ്പടിയിലൂടെ ഇതെല്ലാം മാറിപ്പോയി. ഫൈനലായിട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ചൊവ്വാഴ്ച രാവിലെ ഞാൻ അച്ഛൻ്റെ ടോക്ക് കേട്ടു. ഇവിടുത്തെ സമയത്തിൻ്റെ ഓപ്പോസിറ്റാണ് അവിടെ. അതായത് ഇവിടെ ചൊവ്വാഴ്ചയാണെങ്കിൽ ബുധനാഴ്ച രാവിലെയാണ് ഞാൻ ഈ ടോക്ക് കേൾക്കുന്നത്. അപ്പോൾ ടോക്ക് കേട്ട് ഞാൻ എൻ്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ പോയി. ടോക്ക് കേട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ പ്രയറിൻ്റെ സമയത്ത്, അച്ഛൻ്റെ പ്രയറിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞ്, ഈ March 31 എൻ്റെ കുട്ടികളുടെ വെക്കേഷന് ഉള്ളിൽ എനിക്കെൻ്റെ പേപ്പർ അടിച്ചു വരണം, നാട്ടിൽ പോകാനുള്ളത്. ഞാനത് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ നേരെ എൻ്റെ വർക്കിലേക്ക് പോയി. എനിക്ക് ഓർഡർ ചെയ്യാണ്ടായി കുറേ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ വർക്കിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്കിലേക്ക് പോയി. തിരിച്ച് ഞാൻ 2:30 വന്നപ്പോൾ, 2:30 ഞാൻ വന്ന സമയത്ത് ഞാൻ മൊബൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് ആദ്യം കാണുന്ന മെയിൽ എൻ്റെ വക്കീലിൻ്റെ മെയിലാണ്. യുവർ കേസ് ഈസ് അപ്രൂവ്ഡ്, യു ക്യാൻ ട്രാവൽ. അപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട സമയമാണ് 2:30. ആ 2:30 ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അത് ഞാൻ കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പത്തെ ആഴ്ചയും ഞാൻ വക്കീലിനെ വിളിച്ച് ചോദിച്ചു, വൈ ഇറ്റ് ഈസ് ലാഗിങ്, എന്തോരം സമയം എടുക്കും? നോർമലി അതൊരു 1.5 year എടുക്കും. ഇറ്റ് ടേക്സ് ടൈം.
അപ്പോൾ അതിൻ്റെ പേരിൽ നീ വരിടാവേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് ഫയൽ ചെയ്തത് ലാസ്റ്റ് സെപ്റ്റംബറിലാണ്. വിത്തിൻ 6 months. നോർമലി അത് സംഭവിക്കാത്തതാണ്. സമയച്ചുരുക്കത്തിൽ മാതാവ് ഇടപെട്ടതിനുള്ള കാര്യമാണ് അതെൻ്റെ ജീവിതത്തിൽ നടന്നത്. ഇത് ഞാൻ സംഭവിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഉപ്പോ വേറെ ഒന്നുമില്ലായിരുന്നു. ഞാനിവിടെ അച്ഛനും ബ്രദറെല്ലാം കൂടി ഹ്യൂസ്റ്റണിൽ ധ്യാനിപ്പിക്കാൻ വന്ന സമയത്ത് ലാസ്റ്റ് ഡേയ്സിൽ എനിക്കൊരു 3 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഓസ്റ്റിൻ ടു ഹ്യൂസ്റ്റൺ. ഞാൻ അവിടെ വന്ന സമയത്ത് അവിടെ ഉപ്പ് കൊടുക്കുന്നുണ്ടായിരുന്നു, പേപ്പർ ഉണ്ടായിരുന്നു. ഞാൻ 3-4 കെട്ട് പേപ്പർ മേടിച്ചു, എല്ലാവർക്കും കൊടുത്തു. എൻ്റെ അവിടെയുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ഇംഗ്ലീഷ് പത്രങ്ങളെല്ലാം കൊടുത്തു. മലയാളം ഞാൻ അവിടെ തന്നെ പള്ളികളിൽ മലയാളം പത്രം കൊടുത്തു. കുറച്ചൊക്കെ ലാഗിങ് വന്നു. എന്നാൽ പോലും മാതാവ് തക്ക സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എനിക്കിന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയാനായിട്ട് മാതാവിനെ നിർത്തി. മാതാവിന് ഒരുപാട് നന്ദി, ത്രികുമാരനും ഒരുപാട് നന്ദി. എൻ്റെ പ്രാർത്ഥന ജീവിതത്തിൽ ഞാൻ ആദ്യമൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്പസാരിക്കുന്നത് വൺസ് ഇൻ എ മന്ത് ആയിരുന്നു. അവിടെ അച്ഛന്മാരെ കിട്ടാനും അച്ഛന്മാരുടെ അപ്പോയിൻമെൻറ്റൊക്കെ എടുക്കാനും അതനുസരിച്ച് എനിക്ക് എത്തിപ്പെടാനും പറ്റത്തില്ല. കാരണം അവിടുത്തെ പള്ളികൾ ഇവിടെ പോലെയല്ല. ചിലപ്പോൾ കുർബാനയ്ക്ക് മുമ്പോ അല്ലെങ്കിൽ സർട്ടൺ ഡേയ്സ് മാത്രമാണ് അവിടെ കുമ്പസാരിക്കാനായിട്ട് സമ്മതിപ്പിക്കത്തുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ച് അവിടുത്തെ ജോണച്ചനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. ജോണച്ചൻ എപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചാലും എപ്പോഴൊക്കെ കുർബാനയ്ക്ക് വന്നാലും 2.5 മണിക്കൂർ ഡ്രൈവുണ്ട് എനിക്ക് കുർബാനയ്ക്കുള്ള സ്ഥലത്തേക്ക്, എൻ്റെ സ്ഥലത്തുനിന്ന്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് അച്ഛൻ കുർബാനയ്ക്ക് മുമ്പോ അല്ലെങ്കിൽ കുർബാന കഴിഞ്ഞിട്ടോ എനിക്കൊന്ന് കുമ്പസാരിക്കണം വെച്ചാന്ന് പറഞ്ഞാൽ അതിനെന്താടാ വാ അച്ഛൻ്റെ മേടയിലിരുത്തി എന്നെ കുമ്പസാരിപ്പിക്കുമായിരുന്നു. പിന്നെ ബൈബിൾ വായിക്കാനും വചനങ്ങളിൽ കൂടുതൽ ഡീപ്പാവാനും പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ എന്നാ ക്രൈസ്തവരായിട്ടുള്ള വ്യക്തികളുടെ സാക്ഷ്യങ്ങളാണ്. പിന്നെ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് ഓരോരുത്തർക്കും എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി പല കാര്യങ്ങൾ. ചെറുപ്പത്തിലൊക്കെ ഞാൻ ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എനിക്ക് മാതാവിൻ്റെ സുഗന്ധ അഭിഷേകം ഉണ്ടായിരുന്നു. അത് ഒരു 10 minutes 15 minutes ഒക്കെ എനിക്ക് അത് അനുഭവപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഫ്രീക്വൻ്റായിട്ട് മഴവില്ല് കാണുകയും മാതാവ് വിളിച്ചുണർത്തുകയും കൂടെ സഞ്ചാരി മാതാവ് കൂടെ പോണതും ഓരോരുത്തരുടെ ജീവിതങ്ങളിൽ ഇടപെടണം കണ്ടപ്പോൾ ഞാൻ തന്നെ ഷോക്കായിപ്പോയി. അപ്പോൾ നമ്മുടെ വിശ്വാസം മറ്റുള്ളവരെ സാക്ഷ്യം കൊണ്ട് അതൊരുപാട് വർദ്ധിക്കാനായിട്ട് അതിടെ എൻ്റെ ജീവിതത്തിലും അത് സംഭവിച്ചു, നിങ്ങളുടെ ജീവിതത്തിലും അത് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാത്തിനും മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അനീഷ് ജോസ് ഓൺലൈൻ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മോട് പങ്കുവയ്ക്കുക. 11 വർഷമായി താൻ നാട്ടിൽ വന്നിട്ട് തൻ്റെ ഗ്രീൻ കാർഡിൻ്റെ പ്രശ്നം അതുമൂലം ഈ മകന് ഇങ്ങോട്ട് വരുന്നതിന് ചാൻസ് ഇല്ലായിരുന്നു. അവസാനമായിട്ട് കിട്ടിയ ഇൻഫോർമേഷൻ നീ എന്തായാലും തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ടി വരും എന്നത്തേക്കുമായിട്ട്, പിന്നീട് നിനക്ക് സ്റ്റേറ്റിലേക്ക് വരുവാനൊരു ചാൻസ് ഉണ്ടാകില്ല. ഈ ഒരു ഘട്ടത്തിലാണ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഇന്ന് ഇവിടെ ലാൻഡ് ചെയ്തു. നാട്ടിൽ ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടേ താൻ വീട്ടിൽ പോവുകയുള്ളൂ. ആ ഒരു വാക്ക് ഇവിടെ അൾത്താരയിൽ വന്ന് നിന്ന് ഈ മകൻ പാലിക്കുകയാണ്. തനിക്ക് മറ്റൊന്നും തൻ്റെ കയ്യിലില്ലായിരുന്നു, ജപമാല മാത്രം. വേറെ മറ്റ് നേർച്ച വസ്തുക്കളൊന്നും തൻ്റെ കയ്യിലില്ല. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം തന്നെ തനിക്ക് ഫിംഗർ പ്രിൻറ്റ് സാങ്ഷൻ ആകുന്നു എന്നുള്ള രീതിയിലുള്ള ഇൻഫോർമേഷനാണ് കിട്ടുക. അതുവരെയും 6 മാസമായിട്ട് അതിനൊന്നും യാതൊരു 6 മാസമെങ്കിലും വേണം നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ കിട്ടാൻ. എന്നാൽ നെക്സ്റ്റ് ഡേയിൽ തന്നെ തനിക്കതിനുള്ള ഒരു ഇൻഫോർമേഷൻ ലഭിക്കുന്നു. അത് ഓൺലൈൻ ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയുടെ അവകാശമാണ്, അതായത് ഉടമ്പടി അനുഗ്രഹവും അവകാശവുമാണ്
തൻ്റെ ജീവിതത്തിൽ താൻ പ്രാർത്ഥിക്കുമായിരുന്നു, എന്നാൽ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ വന്ന വ്യത്യാസമാണ് തനിക്ക് 11 വർഷമായിട്ട് ലഭിക്കാതിരുന്ന ഗ്രീൻ കാർഡിന് ഗ്രീൻ സിഗ്നൽ തന്നെ ലഭിക്കുന്നു. അമ്മ അത് ഏറ്റെടുത്തു. പിന്നീട് തനിക്കൊരു അപ്പോയിൻമെൻ്റ് ഇല്ലാതെ US ഒന്നും നടക്കില്ല. എന്നാൽ ഈ മകൻ വാക്കിങ്ങിന് പോകുന്നു. ആ വാക്കിംഗ് ഇൻ്റർവ്യൂവിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു ലേഡി അവിടെയുണ്ട്. മറ്റുള്ളവരൊക്കെ അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുമ്പോഴും ഈ മകന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ആ ഓഫീസർ അനുവദിക്കുന്നു എന്നുള്ളതാണ്. അതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമെന്ന് അനീഷ് ജോസ് തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. തനിക്കിത് ലഭിച്ചത് അത് തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കാണുവാനായിട്ട് 11 വർഷമായിട്ട് തനിക്ക് സാധിക്കാതിരുന്ന, താൻ മെൻ്റലി ഒരു ആഗണി തന്നെ ആയിരുന്നു. മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു താൻ. തൻ്റെ സ്വഭാവം തന്നെ, അതായത് അതുകൊണ്ട് തന്നെ ഒത്തിരി ഷൂട്ടപ്പ് ചെയ്യുന്ന ആ ഒരവസ്ഥയിലേക്കൊക്കെ താൻ കടന്നുപോയി. നിരാശാജനകമായ നിമിഷങ്ങളിലൂടെ താൻ കടന്നു പോകുന്നു. എല്ലാം ശുഭമായിട്ട് പര്യവസാനിക്കുകയാണ് ഉടമ്പടിയിലൂടെ. അതുതന്നെയാണ് നാം ജോഷുവയുടെ പുസ്തകം 1:9 നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. തൻ്റെ ഉടമ്പടിയിലൂടെ തനിക്ക് ലഭിച്ച കാര്യങ്ങൾ, തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ഇന്നിവിടെ വന്ന് പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനും ബ്രദർ വിജയകുമാറും ഹൂസ്റ്റണിൽ ധ്യാനിപ്പിക്കുവാൻ ചെല്ലുമ്പോൾ അവിടെ പോയി കൃപാസന പത്രം വാങ്ങിക്കുന്നുണ്ട്. സോൾട്ട് വാങ്ങിച്ചു. അത് താൻ പിന്നീട് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് തൻ്റെ ഒരു ഫ്രണ്ടിന് ആ സോൾട്ട് കൊടുക്കുന്നതും അതുവഴി ആ ഫ്രണ്ടിന് കിട്ടുന്ന സൗഖ്യം, അതുപോലെ കൃപാസന പത്രം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ തനിക്ക് കിട്ടിയ കൃപകൾക്ക് ഈ മകൻ നന്ദി പറയുമ്പോൾ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന മുഹൂർത്തം, അത് തീർച്ചയായും ദൈവം നമ്മെ സ്പർശിക്കുന്ന ആ ഒരു വലിയ അനുഭവമാണ് നമുക്കുണ്ടാവുക. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.